രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. രാഹുലിന്റെ പുറത്തുവരാത്ത ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളുമാണ് ലഭിച്ചത്. പരാതിക്കാരുടെയും ഇരകളുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. റോഷിപാലുണ്ട്. റോഷിപാൽ, തെളിവുകൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കിട്ടുന്നു. ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ വലിയ തെളിവുകൾ കിട്ടിയെന്നറിയുന്നു, ടെലിഗ്രാം ചാറ്റുകളടക്കം. അരുൺകുമാർ, ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറുക്ക് മുറുക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾക്കപ്പുറത്തേക്ക് ചില പ്രധാനപ്പെട്ട ടെലിഗ്രാം ചാറ്റുകളും രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദരേഖകൾ അടക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നത്. അതിനു പുറമെ നിലവിൽ പരാതി നൽകിയ ആളുകൾ ഉൾപ്പെടെ 11 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ പേരുടെ മൊഴി വളരെ പെട്ടെന്ന് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ മൊഴി രേഖപ്പെടുന്നതിനൊപ്പം തന്നെ ഇരകളായ പെൺകുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 2 പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് നിർബന്ധിതമായി വിധേയമായി എന്ന കണ്ടെത്തലാണ്. അതിൽ ഒരു പെൺകുട്ടി ബംഗളൂരുവിലും മറ്റൊരു കുട്ടി തിരുവനന്തപുരത്തും ഗർഭചിത്രത്തിന് വിധേയമായെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവരുടെ മൊഴികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ മൊഴി ശേഖരിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിനുശേഷമാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുക. നിലവിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP ഷാജിയാണ് അന്വേഷണം നടത്തുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.